നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വല്ലാത്തൊരു വിധിയാണിത്. പാട്രിക് ഡോർഗു കഴിഞ്ഞ മത്സരത്തിലും അതിനു മുമ്പത്തെ മത്സരത്തിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായിട്ട് ഗോളടിച്ച് മിന്നും പ്രകടനം നടത്തി. നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് സ്പെഷ്യൽ വീഡിയോ ചെയ്തിരുന്നു. ഡോർഗു എന്ന തീക്കുട്ടി, എതിരാളികൾ ഭയക്കണം മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ നേരിടുമ്പോൾ ഈ തീപ്പൊരിക്കുട്ടിയെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ വല്ലാത്തൊരു വേദന തോന്നുന്നു. ഒരു ക്രൂവൽ ബ്ലോ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പാട്രിക് ഡോർഗുവിന് പരിക്ക്, 10 ആഴ്ചക്കാലമെങ്കിലും പുറത്തിരിക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ യുണൈറ്റഡിൻ്റെ അടുത്ത 8 മത്സരങ്ങളെങ്കിലും അദ്ദേഹത്തിന് നഷ്ടപ്പെടും. അങ്ങനെ വന്നാൽ മാർച്ച് മാസത്തിൽ ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞ് ഏപ്രിലിൽ മാത്രമേ താരം ഇനി കളിക്കളത്തിലേക്ക് മടങ്ങിയെത്താൻ സാധ്യതയുള്ളൂ. ഈ കാര്യം ഇപ്പോൾ ദി അത്ലറ്റിക്കിൻ്റെ ജേർണലിസ്റ്റ് ലോറി വൈറ്റ്വെൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഇക്കാര്യം ഫബ്രീസിയോ റൊമാനയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പാട്രിക് ഡോർഗുവിന് പരിക്ക് പറ്റിയിരിക്കുന്നു. ഹാംസ്ട്രിങ് ഇഞ്ചുറിയാണ്. എറൗണ്ട് 10 വീക്സ് താരത്തിന് നഷ്ടമാകും എന്നാണ് ദി അത്ലറ്റിക്കിൻ്റെ റിപ്പോർട്ടിലുള്ളത്. നമ്മളത് വിശദമായിട്ടൊന്നെടുത്ത് പരിശോധിച്ച് നോക്കിയാണ്. 21-കാരനായ താരത്തിന് കഴിഞ്ഞ മത്സരത്തിൻ്റെ സെക്കൻഡ് ഹാഫിൽ ഒരു ലോങ് ബോൾ ചേസ് ചെയ്യുന്നതിനിടക്കാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ഹാംസ്ട്രിങ് ഇഞ്ചുറിയാണ്. ആ മത്സരത്തിലൊരു സൂപ്പർ ഗോൾ അദ്ദേഹം നേടിയത് നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ലല്ലോ. എന്തായാലും യുണൈറ്റഡ് ഇപ്പോഴും ആ കാര്യങ്ങൾ അസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇഞ്ചുറിയുടെ എക്സ്റ്റെൻറ്റ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ. അതനുസരിച്ച് മാത്രമേ അദ്ദേഹം എന്ന് തിരികെ വരും എന്നുള്ളതിന് കൃത്യമായൊരു ടൈം ലൈൻ പറയാൻ പറ്റുകയുള്ളൂ. ഈ ഇഞ്ചുറി തീർച്ചയായിട്ടും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരു സിഗ്നിഫിക്കൻറ്റ് ബ്ലോ ആണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. റൂബൻ അമോറിം വിങ് ബാക്കായിട്ട് ഉപയോഗപ്പെടുത്തിയിരുന്ന ഡോർഗുവിനെ ഇപ്പോൾ മൈക്കൽ കാരിക്ക് 4-2-3-1 ഫോർമേഷൻ ഉപയോഗിക്കുമ്പോൾ വിങ്ങറായിട്ടാണ് ഡിപ്ലോയ് ചെയ്യുന്നത്. മികച്ച പെർഫോമൻസ് താരം സിറ്റിക്കെതിരെയുള്ള കളിയിലും അതുപോലെ ആഴ്സണലിനെതിരെയുള്ള കളിയിലുമൊക്കെ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. 10 ആഴ്ചക്കാലം പുറത്തിരിക്കും എന്ന് പറഞ്ഞാൽ ക്ലബിൻ്റെ അടുത്ത 8 മത്സരങ്ങളെങ്കിലും അദ്ദേഹത്തിന് നഷ്ടമാകും. അപ്പോൾ അടുത്ത ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം ഏപ്രിൽ 11 ലീഡ്സിനെ നേരിടുന്ന ഘട്ടത്തിലേക്ക് അദ്ദേഹം ഫിറ്റായി മടങ്ങിയെത്തുകയുള്ളൂ എന്ന് വേണം ഇപ്പോൾ കരുതാൻ. കഴിഞ്ഞ മത്സരത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പരിക്കിനെക്കുറിച്ച് മൈക്കൽ കാരിക്കിനോട് ചോദിച്ചപ്പോൾ അത് ക്രാമ്പ് മാത്രമാണ്, വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ തെറ്റുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത്. ഇപ്പോൾ നോക്കുക, 22 മത്സരങ്ങളിലാണ് പ്രീമിയർ ലീഗിൽ ഈ സീസണിൽ ഡോർഗു കളിച്ചത്. അതിൽ 3 ഗോളുകളും 3 അസിസ്റ്റുകളും സ്വന്തം പേരിൽ കുറിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും യുണൈറ്റഡ് തിരിച്ചുവരവിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ച ഈ ഘട്ടത്തിൽ മികച്ച ഫോമിൽ അതിനുവേണ്ടി ചാലകശക്തിയായി വർത്തിച്ച താരത്തിന് തന്നെ പരിക്ക് പറ്റി ദീർഘനാൾ പുറത്തിരിക്കേണ്ടി വരിക എന്നുള്ളതൊരു സംശയവും വേണ്ട. അതൊരു ക്രൂവൽ ബ്ലോ തന്നെയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.